നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസിൽ 8ാം പ്രതിയായ നടൻ ദിലീപിനെ വെറുതെ വിട്ടു. കേസിലെ 1ാം പ്രതിയായ പൾസർ സുനി അടക്കമുള്ളവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസർ സുനി അടക്കം 6 പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. ഇവയെല്ലാം തെളിഞ്ഞു. 6 പ്രതികളുടെയും ശിക്ഷാവിധിയിൽ ഡിസംബർ 12-ന് വാദം നടക്കും. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവത്തിന്റെ മുഖ്യ ആസൂത്രകനെന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന 8ാം പ്രതിയായ ദിലീപിനെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിരുന്നു. എന്നാൽ ദിലീപിനെതിരെ ക്രിമിനൽ ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. ഗൂഢാലോചനയിലടക്കം തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസിൽ പ്രതിയായ ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കിയത്. IT നിയമപ്രകാരം പൾസർ സുനി കുറ്റക്കാരനാണെന്നും കോടതി കണ്ടെത്തി. ഗുരുവായൂർ ചൂൽപ്പുറത്ത് ടിപ്പറും മണ്ണുമാന്തി യന്ത്രവും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബസ് കാത്തുനിന്നിരുന്ന സ്ത്രീ മരിച്ചു. പുത്തമ്പള്ളി പാലഞ്ചേരി റോഡിൽ തേർലി രഘുവിന്റെ ഭാര്യ ഗിരിജയാണ് മരിച്ചത്. ഇവരുടെ കൂടെയുണ്ടായിരുന്ന സ്ത്രീ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ബൈക്ക് യാത്രികനായ പുത്തമ്പള്ളി വാഴപ്പള്ളി ശരത്തിനും പരിക്കേറ്റിട്ടുണ്ട്. ചൂൽപ്പുറം കമ്പനിപ്പടി റോഡിൽ രാവിലെ 8:30യോടെയായിരുന്നു അപകടം. മുതുവട്ടൂർ കാജ ചായ കമ്പനിയിലെ പാക്കിംഗ് തൊഴിലാളികളായ ഗിരിജയും വിജയലക്ഷ്മിയും ജോലിക്ക് പോകാനായി ബസ് കാത്തു നിൽക്കുകയായിരുന്നു. ഈ സമയം കമ്പനിപ്പടി റോഡിൽ നിന്ന് പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുകയായിരുന്ന മണ്ണുമാന്തി യന്ത്രവും കുന്നംകുളം ഭാഗത്തേക്ക് പോയിരുന്ന ടിപ്പറുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ വട്ടം തിരിഞ്ഞ മണ്ണുമാന്തി യന്ത്രത്തിന്റെ പുറകിലെ കൈ ഗിരിജയെ തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. സമീപത്തെ മതിലിനും മണ്ണുമാന്തി യന്ത്രത്തിന്റെ കൈക്കുമിടയിൽ കുടുങ്ങിയ ഗിരിജയുടെ ആന്തരികാവയവങ്ങൾ പുറത്തുവന്നു. മണ്ണുമാന്തി യന്ത്രത്തിന്റെ മുൻവശത്തെ കൈത്തട്ടി ശരത്ത് ബൈക്കിൽ നിന്ന് റോഡിലേക്ക് തെറിച്ചു വീണു. പരിക്കേറ്റ ഇരുവരെയും മുതുവട്ടൂർ രാജ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗിരിജയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഭയന്ന് പിന്മാറിയ വിജയലക്ഷ്മി കാനയിലേക്ക് വീണതോടെ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കുന്നംകുളത്തെ ചുമട്ടുതൊഴിലാളിയായ ശരത്ത് ജോലിക്ക് പോവുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ടിപ്പറിന്റെ ഇന്ധന ടാങ്ക് പൊട്ടിവീണ ഡീസൽ റോഡിലൂടെ ഒഴുകി. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി വാഹനങ്ങൾ തിരിച്ചുവിട്ട് റോഡ് കഴുകി വൃത്തിയാക്കി. ഇതേ തുടർന്ന് ചാവക്കാട് കുന്നംകുളം റോഡിൽ 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ പണിക്ക് വീട്ടിൽ ഗഫൂറിന്റെ മതിലും തകർന്നു. റോഡിന് വീതി കുറവായതിനാൽ ഇവിടെ അപകടം പതിവാണ്. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ. രാഷ്ട്രീയാവേശം അലതല്ലിയ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഇന്ന് നിശബ്ദ പ്രചാരണം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകൾ നാളെ വിധി കുറിക്കാൻ പോളിംഗ് ബൂത്തിലെത്തും. വോട്ടർമാരുടെ മനസ്സ് കീഴടക്കാനുള്ള അവസാനവട്ട ശ്രമങ്ങളിലാണ് നിശബ്ദ പ്രചാരണ ദിവസം സ്ഥാനാർത്ഥികളും നേതാക്കളും. വോട്ട് തേടിയുള്ള സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നെട്ടോട്ടം ഇന്നുകൊണ്ട് അവസാനിക്കും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ മുമ്പെങ്ങും കാണാത്ത വിധം പ്രചാരണത്തിൽ ആളും ആരവവും ആവേശവും പ്രകടമായിരുന്നു. ഭരണ തുടർച്ച ലക്ഷ്യമിട്ടും അധികാരം തിരിച്ചുപിടിക്കാനും അട്ടിമറിക്കാനുമായി സ്ഥാനാർത്ഥികളും മുന്നണികളും കളം നിറഞ്ഞതോടെ ഗോദയിൽ വികസനം മുതൽ അഴിമതി വരെ ചർച്ചയായി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ 7 ജില്ലകളിലാണ് നാളെ പോളിംഗ് ബൂത്തിലെത്തുക. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് സമയം. UDF കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് പൊതുയോഗം നടത്തി. പെരുമ്പലാവ് സെന്ററിൽ നടന്ന പൊതുയോഗം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ജനീഷ് വിജയാശംസകൾ നേർന്നു. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MM മനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ UDF നേതാക്കളായ ഹാരൂൺ റഷീദ്, ജോസഫ് ചാലിശ്ശേരി, ഉസ്മാൻ കല്ലാട്ടയിൽ, MH ഹക്കീം എന്നിവർ സംസാരിച്ചു. ഒരു കാര്യം ഉറപ്പാണ്, 11-ാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ആ മാറ്റത്തിൻ്റെ കാറ്റിനൊരു വേഗത കൂടും. 13-ാം തീയതി റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഇതൊരു കൊടുങ്കാറ്റായി ആഞ്ഞടിക്കുമെന്നുള്ള കാര്യത്തിലൊരു സംശയവുമുണ്ട്. സംസ്ഥാനത്തിനകത്ത് ഇന്ന് കേരളത്തിൻ്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സിംഹാസനം ആടിയുലയും ഇപ്പോൾ പറഞ്ഞാൽ മതി. 2 മാസം കൂടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. അതിൽ തലയും കുത്തി വീഴണം എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം അത്രമേൽ പ്രയാസപ്പെടുത്തിയ ഒരു 10 വർഷക്കാലമാണ് കഴിഞ്ഞു പോകാൻ വേണ്ടി പോകുന്നത്. സാധാരണ BJP പുന്നയൂർ പഞ്ചായത്ത് കൺവെൻഷനും സ്ഥാനാർത്ഥി സംഗമവും നടത്തി.
തെക്കിനടുത്തപടി സെന്ററിൽ നടന്ന കൺവെൻഷൻ BJP നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ദിനേശ് ഈച്ചിത്തറ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചറമ്പത്ത്, മണ്ഡലം ജനറൽ സെക്രട്ടറി സുജയൻ മാമ്പുള്ളി, യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് കാളിദാസൻ, ഉഷ രഫി, സജീഷ് മുണ്ടൻതറ എന്നിവർ സംസാരിച്ചു. വെസ്റ്റ് മേഖലാ സെക്രട്ടറി സബിത സ്വാഗതവും ബിജു പൊക്കുളങ്ങര നന്ദിയും പറഞ്ഞു. ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ജില്ലാ പ്രസിഡന്റ് ഹാരമണിയിച്ചു. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിലെ ഊട്ടുതിരുനാൾ ഭക്തിനിർഭരമായി ആഘോഷിച്ചു. രാവിലെ 6:30 ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി കാർമ്മികനായ ദിവ്യബലിക്ക് ശേഷം 9:30 ആഘോഷമായ തിരുനാൾ കുർബാന നടന്നു. കപ്പുച്ചിൻ വൈദികനായ ഫാദർ റോജർ വാഴപ്പള്ളി മുഖ്യ കാർമ്മികനായി. ചെമ്മണ്ണൂർ ഇടവക വികാരി ഫാദർ ഗ്ലാഡ്രിൻ വട്ടക്കുഴി തിരുനാൾ സന്ദേശം നൽകി. തുടർന്ന് ഇടവക വിശ്വാസികളും ഭക്തജനങ്ങളും പങ്കെടുത്ത് പള്ളി ചുറ്റിയുള്ള പ്രദക്ഷിണവുമുണ്ടായി. ശേഷം പാരിഷ് ഹാളിൽ നടന്ന ഊട്ടുസദ്യയിൽ 2000-ലധികം പേർ പങ്കെടുത്തു. തിരുനാൾ ആഘോഷങ്ങൾക്ക് കൺവീനർ AJ ജോൺസൺ, ജോയിന്റ് കൺവീനർ ജിൻഡോ വിൻസെന്റ്, ട്രഷറർ KV ജോയ്, കേന്ദ്രസമിതി സെക്രട്ടറി സാബു തരകൻ, കേന്ദ്രസമിതി ട്രഷറർ ഷാജൻ മാറോക്കി, കൈക്കാരന്മാരായ അൽഫോൺസ് മുട്ടത്ത്, ജോഷി വർഗീസ്, KV ജോയ്, MK റജി തുടങ്ങിയവർ നേതൃത്വം നൽകി. കണ്ടാണശ്ശേരി അക്ഷയ കലാകായിക വേദിയുടെ നേതൃത്വത്തിൽ അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുമായി സഹകരിച്ച് സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് നടത്തി. അക്ഷയ കലാകായിക വേദി ഓഫീസിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ നടന്ന ക്യാമ്പിൽ 100ഓളം പേർ പങ്കെടുത്തു. ഡോക്ടർ ബിനി പരിശോധനകൾക്ക് നേതൃത്വം നൽകി. ക്യാമ്പിൽ പങ്കെടുത്തവരിൽ നിന്ന് 15 പേരെ ശസ്ത്രക്രിയയ്ക്കായി തെരഞ്ഞെടുത്തു. അക്ഷയ ഭാരവാഹികളായ ഷാജൻ ആളൂർ, CH സഞ്ജിത്ത്, KV ഷാജി, PK സൈമൺ എന്നിവർ നേതൃത്വം നൽകി. ചിറമനേങ്ങാട് ശ്രീ കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ദേശവിളക്ക് ഭക്തിസാന്ദ്രമായി. ദീപാരാധനയ്ക്ക് ശേഷം മാത്തൂർ ശിവക്ഷേത്രത്തിൽ നിന്നും വാസുണ്ണി ഗുരുസ്വാമിയുടെയും സംഘത്തിൻ്റെയും ഒടുക്കുപാട്ടിൻ്റെ അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു. നൂറുകണക്കിന് മാളികപ്പുറങ്ങളുടെ താലപ്പൊലിയോടുകൂടി കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വിളക്കുപന്തലിലേക്ക് എത്തിച്ചേർന്നു. തുടർന്ന് പാട്ട്, വെട്ടും തടവ്, തിരിയൊഴിച്ചിൽ എന്നിവയുണ്ടായി. അന്നദാനവും നടത്തിയിരുന്നു. കുന്നമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് ഷാജി വലിയറ, സെക്രട്ടറി ചന്ദ്രൻ മേലെപുരയ്ക്കൽ, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കണ്ടാണശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ള ചേലൂർ യൂണിറ്റ് കൺവെൻഷൻ നടന്നു. മറ്റം ചോയ്സ് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ AKTA ജില്ലാ വൈസ് പ്രസിഡന്റ് വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സരിത സുനിൽ അധ്യക്ഷയായി. രമ്യ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി അജിത സുമേഷ് വാർഷിക പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ സിമി ഷിബു വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ഏരിയ പ്രസിഡന്റ് ജീന ബാബു സംഘടനാ റിപ്പോർട്ടിന്റെ അവതരണം നടത്തി. ഏരിയ ട്രഷറർ സുശീല സതീശൻ, യൂണിറ്റ് ഏരിയ ഭാരവാഹികളായ നിഷ മണി, ബീന ജോയ്, ധന്യ കോപ്ഷൻ, PS ശ്രുതി എന്നിവർ സംസാരിച്ചു. ലോക മണ്ണ് ദിനത്തോടനുബന്ധിച്ച് പുന്നയൂർക്കുളം ചേറായി ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അണ്ടത്തോട് കനോലി കനാൽ പരിസരത്ത് കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചു. ഭൂമിയിലെ ഏറ്റവും ജൈവസമ്പന്ന ആവാസ വ്യവസ്ഥകളിൽ പ്രധാനപ്പെട്ടവയാണ് കണ്ടൽക്കാടുകൾ. ഉപ്പുകലർന്ന വെള്ളത്തിൽ വളരുന്ന ഇവ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്തരീക്ഷ മലിനീകരണം ഒരു പരിധിവരെ കുറയ്ക്കാൻ ഇവ സഹായിക്കുന്നു. ഇതോടൊപ്പം ധാരാളം ഓക്സിജനും പുറത്തുവിടുന്നു. പ്രകൃതി പഠനത്തിന്റെ ഭാഗമായാണ് ചെറായി ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥികൾ അണ്ടത്തോട് കനോലി കനാലോരത്ത് കണ്ടൽ ചെടികൾ നട്ടുപിടിപ്പിച്ചത്. പ്രധാനാധ്യാപകൻ KL മനോഹിത്തിന്റെ നേതൃത്വത്തിൽ അധ്യാപകരായ M രമ്യ തോമസ്, K ഷിബിൻ രാജ് തുടങ്ങി തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികളും പരിപാടികളിൽ പങ്കാളികളായി. കടവല്ലൂർ പൊറവൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ തത്വമസി വിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശവിളക്ക് നടത്തി. ഞായറാഴ്ച പുലർച്ചെ ക്ഷേത്രത്തിൽ കൂട്ടുഗണപതി ഹോമം, ഉഷപൂജ എന്നിവയ്ക്ക് ശേഷം 11 മണിക്ക് വിളക്കുപന്തലിലേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് അന്നദാനവും നടന്നു. വൈകിട്ട് 6-ന് കുണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പെഴുന്നള്ളിപ്പ് ആരംഭിച്ചു. ഉടുക്കുപാട്ടിൻ്റെയും താലമേന്തിയ 100 കണക്കിന് മാളികപ്പുറങ്ങളുമായി ആരംഭിച്ച് പാലക്കൊമ്പെഴുന്നള്ളിപ്പിന് പഞ്ചവാദ്യം തിടമ്പേറ്റിയ ഗജവീരൻ കൊളക്കാടൻ കുട്ടിക്കൃഷ്ണനും അകമ്പടിയേകി. വൈകിട്ട് വിളക്ക് പന്തലിൽ ദീപാരാധനയ്ക്ക് ശേഷം ഭജനയും അന്നദാനവുമുണ്ടായി. പന്തലിൽ പാട്ട്, തിരിയൊഴിച്ചിൽ, പാൽക്കുടം എഴുന്നള്ളിപ്പ്, വെട്ട്, തട, ആഴിപൂജ, കനലാട്ടം എന്നിവയ്ക്ക് ശേഷം ഗുരുതി തർപ്പണത്തോടെ ദേശവിളക്ക് ആഘോഷത്തിന് സമാപനമായി. മരത്തംകോട് ജ്യോതി പ്രകാശ് മകനും പാർട്ടിയുമായിരുന്നു വിളക്ക് യോഗക്കാർ. തത്വമസി വിളക്കാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് പ്രഭാത്, സെക്രട്ടറി സുബീഷ്, ട്രഷറർ മോഹനൻ എന്നിവരടങ്ങുന്ന കമ്മിറ്റി നേതൃത്വം നൽകി.
കൊരട്ടിക്കര സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് കുടുംബ യൂണിറ്റിന്റെ ക്രിസ്മസ് ഈവ് 2025 വർണ്ണാഭമായി. ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാംകുന്നേൽ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റിലെ മുതിർന്ന അംഗം PC താരുക്കുട്ടി അധ്യക്ഷനായി. CT പാപ്പച്ചൻ ക്രിസ്മസ് സന്ദേശം നൽകി. നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് ക്രിസ്മസ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ക്രിസ്മസ് പാപ്പ എല്ലാവർക്കും മധുര വിതരണം നടത്തി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ, യൂണിറ്റ് അംഗങ്ങൾ ക്രിസ്മസ് പാട്ടുകളും ആലപിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് സാബൂസ് കറിയാച്ചൻ, സെക്രട്ടറി ബിജു P താരുക്കുട്ടി, ജോയിന്റ് സെക്രട്ടറി ബീന തോമസ്, ട്രസ്റ്റ് അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ക്രിസ്മസ് കേക്ക് ചലഞ്ച് 2025 തുടക്കമായി. GCC ക്ലബ് ഹൗസിൽ നടന്ന ചടങ്ങ് ക്ലബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് ഉദ്ഘാടനം ചെയ്തു. കേക്ക് ചലഞ്ച് ആദ്യ കൂപ്പൺ മുതിർന്ന അംഗവും ചാലിശ്ശേരിയിലെ അറിയപ്പെടുന്ന ഫുട്ബോൾ സംഘാടകനുമായ ജോസഫ് പൗനാന്, പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, സെക്രട്ടറി ജിജു ജേക്കബ് എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു. ക്ലബ് വൈസ് പ്രസിഡന്റ് ബാബു P ജോർജ്, ട്രഷറർ ഇക്ബാൽ, എക്സിക്യൂട്ടീവ് അംഗം അനീഷ് തോലത്ത് എന്നിവർ സംസാരിച്ചു. കല്ലുംപുറം ക്രിസ്ത്യൻ കോഓപ്പറേറ്റീവ് ഫെലോഷിപ്പ് 2026 കലണ്ടർ പ്രകാശനം ചെയ്തു. KCCF കോൺഫറൻസ് ഹാളിൽ കടവല്ലൂർ സെന്റ് പോൾസ് മാർത്തോമ ചർച്ച് വികാരി ഫാദർ ലിനോ ജോർജ് പ്രകാശനം നിർവഹിച്ചു. ഫെലോഷിപ്പ് പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ അധ്യക്ഷനായി. റിലീഫ് മിഷൻ കൺവീനർ ജോസ് വൈദ്യർ പ്രഭാത ഭക്ഷണത്തിനുള്ള തുക ഫാദർ ലിനോ ജോർജിന് കൈമാറി. പ്രസിഡന്റ് റെന്നി ചെറുവത്തൂർ, ജനറൽ സെക്രട്ടറി സിജു ചുമാർ, റിലീഫ് മിഷൻ കൺവീനർ ജോസ് വൈദ്യർ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 11,955 രൂപ, പവന് 95,640 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 187 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.